വെൽക്കം ഗൈസ്. വീണ്ടും ഒരു കാലത്തിന് ശേഷം അങ്ങനെ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിട്ടു ഇപ്പോൾ കാനഡയിലാണുള്ളത്. അപ്പോൾ കാനഡയിൽ നിന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം വിജയ, എങ്ങോട്ടാണ് ഈ പ്രാവശ്യം പോകുന്നത്? US. ഇപ്പം നമ്മൾ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇവിടുന്ന് നേരെ ഫിലാഡൽഫിയയ്ക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 8.5 മണിക്കൂർ ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പം നമ്മൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട് വിചാരിച്ച സമയത്തിനേക്കാളും. ഇതാണ് ഇവിടുത്തെ ടോൾ സിസ്റ്റം. Turn left onto Trafalgar Road, Halton Regional Road 3. Signs for Trafalgar Road South, Oakville. ഇപ്പോൾ സമയം ഏകദേശം 7:15 അപ്പം നമ്മൾ ഇനി ഇപ്പം ബ്രാംപ്ടണിലാണുള്ളത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ നയാഗ്ര പോകുന്നു. നയാഗ്രയിൽ നിന്ന് കഴിഞ്ഞ് കണ്ട വീഡിയോയിലെ ഏതായിരുന്നു നമ്മുടെ റെയിൻബോ ബ്രിഡ്ജിൽ കൂടെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്നു. അപ്പം ബോർഡർ ചെക്കിന് കുറച്ച് സമയം എടുക്കും, ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. അങ്ങനെ നമ്മൾ ഏകദേശം 2 മണിക്കൂറായിപ്പോൾ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഏകദേശം നമ്മൾ നയാഗ്ര എത്തുന്നുള്ളൂ. അപ്പോൾ തുഷമോളുടെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് നയാഗ്ര ഔട്ട്ലെറ്റ്സിൽ കയറിയിട്ട്. അപ്പം എവിടെ ചെന്നാലും നമ്മളെപ്പോഴും ഒരു 3 മണിക്കൂർ മാറ്റി വെക്കും ഷോപ്പിങ്ങിന് വേണ്ടി, ഇവളുടെ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം. എപ്പോഴും അപ്പോൾ അവിടെ എത്തേണ്ട സമയമായി. എനിക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് കയറും, മേടിക്കുന്നത് സ്വന്തം. വെരി ഫണ്ണി. എത്ര മണിക്കൂറുണ്ട്? 7 മണിക്കൂറാണ്. 7 hours 13 minutes. Duty free bridge to USA. Turn left onto Rainbow Bridge. Duty free store. അവിടെ ടാക്സ് കൊടുക്കണ്ട. ടാക്സ് ആൻഡ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. In 400 meters, continue straight to stay on Rainbow Bridge. നമ്മളിപ്പം US കയറുകയാണ്. നമ്മുടെ സൈഡിൽ കാണുന്നതാണ് നയാഗ്ര വാട്ടർഫാൾസ്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഉള്ളതാണ് ആ കാണുന്നത്, തിരിച്ചു വരുമ്പോൾ ഉള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിലാണ് ഇപ്പോൾ എൻട്രി എടുക്കുന്നത്. ഇത് നയാഗ്ര ഫാൾസ്. അങ്ങോട്ട് ഇത് സ്കൈലോൺ ടവർ, നയാഗ്ര ഫാൾസ്. Continue straight to stay on Rainbow Bridge. അപ്പം ഇതാണ് US ബോർഡറിൽ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ വിസ ഇതെല്ലാം ചെക്ക് ചെയ്യും. അപ്പം ഇനി എന്തായാലും നമ്മുടെ എൻട്രി പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കി നോക്കാം. നമ്മുടെ കസ്റ്റം ക്ലിയറൻസ് ഇവിടുന്ന് കഴിഞ്ഞു. ഏകദേശം 15 മിനിറ്റ്സ് എടുത്തു. ഇവിടെ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. ആദ്യം നമ്മളോട് പാസ്പോർട്ട് ചോദിച്ചു, എവിടെ പോകുമെന്ന് ചോദിച്ചു, എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു, അത്രേ ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെ അവർ അപ്പുറത്തുള്ളൊരു ഓഫീസിലേക്ക് വിടും. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് സീൽ ചെയ്ത് തരുന്നത്. അപ്പം അതിന് കഴിഞ്ഞ് ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ US കയറി. ഈ കാണുന്നതാണ് റെയിൻബോ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് US അപ്പം നമ്മളുള്ളത്. അപ്പം നമ്മളിനിയിപ്പം ഫിലാഡൽഫിയയിലേക്കാണ് പോകുന്നത്. ഏകദേശം 6 മണിക്കൂർ യാത്ര ഇവിടുന്ന് കാണിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 9:52 ആയിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് ഹിറ്റ് ദ റോഡ്. ഈ നോർത്ത് അമേരിക്കൻ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന പോലെ ഇവിടെ ക്യൂ നിൽക്കേണ്ട. ഇവിടെ എല്ലാം സിസ്റ്റവും ഇലക്ട്രോണിക്കലി ഇവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലായിടത്തും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബില്ല് നമ്മുടെ വീട്ടിലേക്ക് വന്നോളും. അതിവിടെ ചെറിയ ബില്ലേ വരുന്നുള്ളൂ. കാനഡയെ അപേക്ഷിച്ച് US കുറവാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നോക്കാം എന്തായാലും. അപ്പം ജസ്റ്റ് ഒന്ന് മിന്നുന്ന കാണാം. അടുത്ത ആഴ്ച വീട്ടിലെ ബില്ല് വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഗ്യാസിന് പൈസ കുറവല്ലേ അല്ലേ? ഗ്യാസിന് പ്രൈസ് കുറവാണ് കാനഡ വെച്ച് നോക്കുമ്പോൾ. ഇവിടെ
ഇവിടെ എത്രയായിരുന്നു 3.99 USD. അത് പ്രീമിയത്തിൻ്റെ പൈസ. അപ്പം 3.7 ലിറ്റർ ഏകദേശം നമ്മുടെ സെയിം പൈസ തന്നെ, സെയിം പ്രൈസ്, അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഇനി ഞാൻ കൺവേർട്ട് ചെയ്യണ്ടോ മെഷീനൊക്കെ എനിക്ക് പഴയ സെറ്റപ്പിൽ. അമേരിക്കയാണെന്നാലും പറയൂ ഇതൊക്കെ അല്ലേ. നമ്മുടെ നാട്ടിലെ HP-ൻ്റെ ഒക്കെ പമ്പ് പോലെ. അത് ഇതിലും നല്ല നാട്ടിലെ 13 gallons അടിച്ചിട്ടുണ്ട്. അപ്പോൾ 55 USD ആണ് കനഡിയൻ ഡോളറിൽ. നമുക്ക് അതിൻ്റെ പൈസ കൂടുതൽ വേറെ. അപ്പോൾ ഫുൾ ടാങ്ക് ഇനി നമ്മൾ ആവശ്യം പോയിട്ട് തിരിച്ചു വരാം. ഇനി നമ്മളിപ്പം ഏകദേശം ബഫലോ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ്, അതായത് നയാഗ്ര നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിറ്റി, മെയിൻ സിറ്റി ബഫലോ എന്ന് പറഞ്ഞ സിറ്റിയാണ്. അപ്പം അത് ക്രോസ് ചെയ്ത് ഏകദേശം ഒരു 60 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം റോഡൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചല്ലോ, ഞാൻ പ്രതീക്ഷിച്ച ഒരു ഹൈ ക്ലാസ് റോഡായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് 2 ലൈൻസ്, എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലെ മലയോര ഹൈവേ ഒക്കെ ഇല്ലേ അതേപോലെ ചീമേനി കാഞ്ഞങ്ങോട്ട് പോകുന്ന ഒരു ഫീലാണ് നോക്കുന്നത്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. 2 വരി സൈഡിൽ ഈ ചെറിയ എന്താ പറയുന്ന പുല്ലുകൾ, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വിജനമായ പാത, പ്രത്യേകിച്ച് കാണാനും ഒന്നുമില്ല. സമയം 12:11. അങ്ങനെ നമ്മൾ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തി. അപ്പോൾ ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നൊരു കോഫിയെല്ലാം മേടിച്ച് നമ്മൾ ഇനി മുന്നോട്ടുള്ള യാത്ര വളരെ അഡ്വഞ്ചറാണ്. ഇതാണ് അഡ്വഞ്ചർ. 4.5 മണിക്കൂർ 5 മണിക്കൂറിന് അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5 മണി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 3:30 ആയിരുന്നു. ഇപ്പം 5 മണിയായി. ഓക്കെ, അങ്ങനെ പിറ്റേ ദിവസം 7 മണിയാകുന്നു. നമ്മൾ ഇന്നലെ രാത്രി 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഏകദേശം ഒരു 4:30-5:30 ആകുമ്പോൾ എത്തുന്നതായിരുന്നു. ഇപ്പം നമ്മൾ അവിടെ ഇവിടെയെല്ലാം കയറി കിടന്നുറങ്ങി. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം എല്ലായിടത്തും ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്ത് വന്നുകൊണ്ട് ഏകദേശം 12 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം ഒരു 30 മിനിറ്റും കൂടി ഉള്ളൂ. നമ്മൾ നയാഗ്രയിൽ നിന്ന് ബഫലോയിൽ കയറി. ബഫലോ എന്ന് പറയുന്ന സിറ്റിയാണ്. അവിടുന്ന് നമ്മൾ പിന്നെ വന്നപ്പം എല്ലാം ഒരു നോർമൽ റോഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു 2 ലൈൻ ഹൈവേ ആയിരുന്നു. അപ്പം ഇത് ഹൈവേ 476 കൂടിയാണ് നമ്മൾ. അപ്പം ഇനി ഏകദേശം ഒരു 30 മിനിറ്റും കൊണ്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തും. അപ്പം വെരി സോ ടയേർഡ്. ഇനി അവിടെ ചെന്ന് റെസ്റ്റ് എടുത്ത് ഇനി ബാക്കിയുള്ളതെല്ലാം ഇനി വൈകുന്നേരം നോക്കാം. നമ്മളിപ്പോൾ ഏകദേശം അവിടെ വീടെത്താറായി. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഒരു ഏകദേശം നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു വ്യൂ പോലെ തന്നെയാണ്. നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു 2 സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ഇവിടെ കുറച്ച് ലൈറ്റ്സ് കൂടുതലായിട്ടുള്ള സൈൻ ബോർഡ് ലൈറ്റ്സ് മാത്രം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ സൈഡിൽ കാണുന്ന പാടം, നമ്മളൊക്കെ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കൂട്ട് പാടം കഴിഞ്ഞാൽ. അപ്പം ഏകദേശം നമ്മളിപ്പോൾ ഇവിടെ എത്താറായി. ഇനി ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മൾ അവരുടെ വീട്ടിലെത്തും. 5 hours later. അപ്പം നമ്മളിന്ന് ഫിലാഡൽഫിയ കറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഒരു അക്ഷരധാം ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. പിന്നെ നമ്മൾ സിറ്റി ഹാള്, ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഇതല്ലേ സമാധാനപരമായത്. റെഡ് ആവുകയാണെങ്കിൽ ഓവർടേക്കിംഗ് ചെയ്ത് പോകും. ആണോ? അങ്ങനെ ചെയ്തോളൂ. വണ്ടി സ്പീഡ് കുറച്ച് പോകണമെങ്കിൽ ശരി, ഓക്കെല്ലോ. അപ്പം നമ്മൾ ഫൈനലി ബാബ് സ്വാമിനാരായണൻ അക്ഷർധാമിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ കാണുന്നതാണ് ടെമ്പിള്. അപ്പം ഇന്ത്യയിലെ നോയിഡയിലുള്ള നമ്മുടെ അക്ഷർധാം വെച്ച് നോക്കുവാണെങ്കിൽ സെയിം ആണ്. എല്ലാ സൈഡിൽ നോക്കിയാലും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്.
ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അതെല്ലാം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഏകദേശം ഒരു 10-15 കൊല്ലം അവർ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചത്. അപ്പം നമുക്കിനി ഇവിടെയുള്ള വിഷ്വൽസ് കാണാം. ഈ ടെമ്പിളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡേഴ്സും നീസും കവർ ചെയ്തിരിക്കണം. അപ്പം നിക്കറൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇവരകത്ത് തരില്ല. ഈ മുണ്ടൊക്കെ എടുത്ത് മിടുക്കനാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ. അപ്പം അതാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടെ മ്യൂസിയമാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ ഇപ്പം നമ്മൾ പോകുന്നിടത്ത് അല്ല, നമ്മൾ സിറ്റിയുടെ മ്യൂസിയം അല്ല അടച്ചു. അതിപ്പോൾ പോകുന്നത് അത് റോക്കിയുടെ സ്റ്റെപ്പ്. റോക്കി സ്റ്റെപ്പ് എന്നല്ലേ. ഇനി നമ്മളിപ്പോൾ പോകുന്നത് ഫിലാഡൽഫിയയിലെ മ്യൂസിയം ഓഫ് ആർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പം അത് അവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. പക്ഷേ ഇപ്പം നമ്മളവിടെ ചെല്ലുന്ന സമയം കൊണ്ട് അതിപ്പോൾ അടഞ്ഞു പോകും. പക്ഷേ അതിൻ്റെ പുറകിൽ നമുക്ക് റോക്കി ഹിൽസ് കാണാൻ പറ്റും. വൺ ഓഫ് ദ ഫേമസ് പ്ലേസസ് ആണ് ഇവിടുത്തെ ഫിലിയിലെ. അപ്പോൾ ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് ഫിലാഡൽഫിയയിലെ ആർട്ട് മ്യൂസിയം. ഇപ്പം നമ്മളുള്ളത് വെസ്റ്റ് സൈഡിലാണ്. നമുക്കിനി ഈസ്റ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റോക്കിയുടെ സ്റ്റാച്ചുവും സ്റ്റെപ്സൊക്കെ കാണാം, പിന്നെ സിറ്റി വ്യൂ ഒക്കെ. അപ്പോൾ അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഡ്രോൺ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ നിർത്താം. ഓക്കെ, ഇതാ ഫേമസ് ആയിട്ടുള്ളതാണ്. ഓ ഓക്കെ. താഴേന്ന് മേളിലോട്ട് ഫോട്ടോ എടുക്കും. ഓ ഓക്കെ. ഇവിടെ നിന്നായത് നീല കളറിൽ ലൈറ്റ് അടിച്ചു. അതാ സിറ്റി ഹാള്. ഓ സിറ്റി ഹാള്. ഓക്കെ. അതിന്റെ മേളില് വില്യം പെൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഓക്കെ തല വെച്ചേക്കാണ് സ്റ്റാച്ചുവോ? ഓ അവിടെ അത് നമുക്ക് കാണാൻ പറ്റുമല്ലേ താമസം? ഓ ഈ രാത്രി ആയതുകൊണ്ടല്ല എന്തെങ്കിലും കിട്ടിയാണ്. ഓ അത് ശരി. അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ കാണുന്ന മുഴുവൻ ഡൗൺ ടൗൺ അല്ലേ? അപ്പം ഈ കാണുന്നതാണ് റോക്കി സ്റ്റെപ്സ്. ഏകദേശം 76 സ്റ്റെപ്സ് ഉണ്ട് ഈ മൊത്തത്തിൽ ഈ സൈഡിൽ. ഇത് മ്യൂസിയത്തിൻ്റെ ഏകദേശം ഒരു ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം 1976 ഇറങ്ങിയ റോക്കി എന്ന് പറഞ്ഞൊരു ഫിലിമിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സ്റ്റാച്ചു ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഈ റോക്കിയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ഇവിടെ നിന്ന് എക്സസൈസ് ചെയ്യും. പുറകിലൊക്കെ ഒരുപാട് സൈക്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ കാണാം. അപ്പം നമ്മളിപ്പോൾ ഫിലാഡൽഫിയ ഡൗൺ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്പോട്ട് കണ്ടുപിടിക്കലാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം ഇവിടെ ഒരു ചൈന ടൗൺ ഉണ്ട്, അത് കാണാനാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അവിടുന്ന് പിന്നെ ഒരു ഫേമസ് ആയിട്ട് യോഗട്ട് കടയിൽ കയറുന്നത് ട്രൈ ചെയ്യുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ സിറ്റി ഹാളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
നൂഡിൽസ് ആണ്. ആ എൻ്റെ നടുക്ക്. അടുത്തൊരു കമ്പുണ്ട്, അതാ പോകുന്നത്. In Cali is easy. Cali and Texas are the main two you can find. അപ്പോൾ ഈ കാണുന്നതാണ് ചൈന ടൗണിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചൈനീസ് ഡിഷസും ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് ഉള്ളിൽ പോയി നോക്കാം. അപ്പം നമ്മളിവിടെയാണെന്ന് വന്നത് ലോക്കൽ യോഗട്ട് ഫ്രഷ് എവടെ. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ സിറ്റി ഹാളിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പം ഒരുപാട് വലിയ വലിയ ബിൽഡിംഗ് എല്ലാം ഇവിടെ കാണാം. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റി ഹാൾ. നമ്മളെ ആ സിറ്റി ഹാളിൻ്റെ മുകളിൽ കാണുന്ന ആരത്? ആരാടാ അതിൻ്റെ മുകളിൽ കാണുന്ന? വില്യം പെൻ. പുള്ളി ആരായിരുന്നു? പുള്ളി ആരാ? ഓക്കെ. ഓ യൂറോപ്യൻ. ആ അത് ശരി. ഓ ഫ്രാൻസിലെ ടീമാണല്ലേ? മേസൺസ്. മേസൺ ചർച്ച്. അതിൻ്റെ കഴിഞ്ഞ് അന്നേരം സിറ്റി ഹാൾ. സിറ്റി ഹാൾ. ഓക്കെ. അതിൻ്റെ അകത്ത് തന്നെ ഉള്ള ഓ ഇവിടെ ഫിഫയുടെ ഫുട്ബോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻ്റൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഫിലാഡൽഫിയയിൽ നടക്കുന്നത്. അപ്പം ഓ അത് ശരി. അപ്പം നമ്മൾ എവിടെ ചെന്നാലും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷ് എന്തായാലും ട്രൈ ചെയ്തിരിക്കണം. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ചീസ് സ്റ്റേക്ക്. അപ്പം നമ്മൾ ഇന്ന് അതാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞ് പിന്നെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ പരിപാടി. തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. ഇന്നത്തെ പരിപാടി ഇപ്പം കഴിഞ്ഞു. നാളെ രാവിലെ നമ്മൾ ന്യൂയോർക്കിന് പോകുന്നു.